ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഒരു ചോദ്യം എന്ന് പറയുന്നത്, മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്, എൻ്റെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണ്, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ് സ്ഥാപനമാണ്, എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിനെ എങ്ങനെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും, അതല്ലെങ്കിൽ അതിനകത്ത് SEOയുടെ അഡ്വാൻറ്റേജ് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, പലപ്പോഴും വെബ്സൈറ്റുകൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഈ എബൌട്ടും പ്രൈവസിയൊക്കെ കൂടാതെ തന്നെ ഒരു ബട്ടൺ കാണാം, അതായത് ബ്ലോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ടാബ് കൂടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെനു ഐറ്റം കൂടെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഉത്തരവാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉത്തരം ഞാൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ ആ ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ബ്ലോഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് മിസ്സാകത്തില്ല. നമുക്കറിയാം, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പലപ്പോഴും ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെവലപ്പർക്ക് ക്യാഷ് കൊടുത്തിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നെ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ചിലപ്പോൾ ചില വല്ല ഓഫറുകളോ മറ്റു കാര്യങ്ങളോ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെറിയ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നല്ലാതെ സാധാരണഗതിയിൽ ആ വെബ്സൈറ്റ് ഒരു വളരെ സ്റ്റാറ്റിക് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഈ സെർച്ച് എഞ്ചിനുകൾ, അത് ഗൂഗിൾ ആണെങ്കിലും ബിങ് ആണെങ്കിലും ഏത് സെർച്ച് എഞ്ചിനുകളാണെന്നുണ്ടെങ്കിലും എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് ഫ്രഷ് കണ്ടന്റുകൾ, അപ്ഡേറ്റഡ് കണ്ടന്റുകളാണ് എപ്പോഴും ഒരു സെർച്ചിൽ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ചാൻസ് എന്നല്ല, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഫ്രഷ് കണ്ടന്റുകളെ എപ്പോഴും സെർച്ച് എഞ്ചിനുകളിൽ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഫ്രഷ് കണ്ടന്റുകൾ കൊണ്ടുവരാൻ പറ്റുക? അതിനാണ് നമ്മൾ ബ്ലോഗ് ഉപയോഗിക്കുന്നത്. ബ്ലോഗ് എന്ന് പറയുന്നത് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടൂൾ കൂടിയാണ്. നമ്മളെപ്പോഴും ബ്ലോഗ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ബ്ലോഗ് എഴുതുന്നു, കണ്ടന്റ് മാർക്കറ്റിംഗ്, അതിൽ നിന്ന് ആഡ് കൊണ്ടുവരുന്നു, അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് പല ആൾക്കാരുടെയും മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലോകത്ത് ബ്ലോഗിനെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനാണ് സാധാരണഗതിയിൽ ആൾക്കാർ ഈ ബ്ലോഗുകൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വിചാരിക്കും, എന്താണ് അതിനകത്ത് എഴുതാൻ പോവുക, അല്ലെങ്കിൽ എഴുതാൻ പറ്റുമോ അതിനകത്ത് എന്നുള്ളൊരു ചോദ്യം പിന്നെ ഇങ്ങോട്ട് വന്നേക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ബ്ലോഗിനെ കൈകാര്യം ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിൽ. ഇപ്പോൾ ഈ ബ്ലോഗിനെ കൈകാര്യം ചെയ്യുമ്പോൾ ബ്ലോഗ് എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച ഒരെണ്ണം എഴുതാം, അല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും ഒരെണ്ണം നമുക്ക് ബിസിനസ് വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോഴത് കൃത്യമായിട്ട് അപ്ഡേഷൻ നടക്കുന്നത് കാരണത്താൽ ഗൂഗിൾ ഫ്രഷ് കണ്ടന്റുകളെ ഇൻഡെക്സ് ചെയ്യുകയും നമ്മളുടെ കീവേഡുകൾ അതിനകത്ത് വരികയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരോ അങ്ങനെയുള്ള അല്ലെങ്കിൽ കാറ്റഗറിയോ ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസാണ്, ഏതാണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ സമാനമായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പുതിയ ടെക്നോളജി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണ്, ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഈ ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ബ്ലോഗ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച്, എന്താണ് ഈ മേഖലയിൽ, നിങ്ങളുടെ ബിസിനസ് ഏത് മേഖലയാണ്, ആ മേഖലയിൽ ഇനി വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ആൾക്കാരുമായിട്ടുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്കതിനകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെന്ന് പറയുന്നത് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ നമുക്ക് ബ്ലോഗിലൂടെ സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റും ആൾക്കാരിലേക്ക്. പലപ്പോഴും നമുക്കറിയാം, പല ആൾക്കാരും വളരെ പ്രസിദ്ധരായിട്ടുള്ള ബ്ലോഗർമാരൊക്കെ നമ്മൾ അവരുടെ കണ്ടന്റുകൾ കണ്ട് സാധാരണഗതിയിൽ ആളുടെ പേര് പോലും മറന്നു പോവുകയും അവർ ഏത് ബ്രാൻഡിലാണോ ആ വിഷയം അവതരിപ്പിക്കുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിനും അങ്ങനെ ചെയ്തുകൂടാ? തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ ബ്രാൻഡിനെ വളർത്തിയെടുക്കാനായിട്ട് ബ്ലോഗുകൾ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനം ലൈവാണ് എന്ന് ഒരു കസ്റ്റമർക്ക്, ഒരു ക്ലയൻറ്റിന് തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡീറ്റെയിൽസ് കാണുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്, അപ്പോൾ ഈ സ്ഥാപനം അവിടെ ഉണ്ട്. അല്ല, ഒരു വെബ്സൈറ്റ് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ലൈവായിട്ടുണ്ടെന്ന് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അതില്ലെങ്കിൽ എത്രമാത്രം അവർ അതിനോട് സീരിയസ്നെസ്സോട് കൂടിയാണ് ഈ ഒരു ചെറിയ സംരംഭമാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴും ബ്ലോഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈവായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും ഇതിപ്പോഴുമാണ്, വളരെ സീരിയസ് ആയിട്ട് അവരിത് കൈകാര്യം ചെയ്യുന്നുണ്ട്, അവർ ലേറ്റസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള FAQ പോലുള്ള സംഭവങ്ങളെ വളരെ ഇഫക്റ്റീവായിട്ട് ഇതിലൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡയറക്റ്റായിട്ട് കസ്റ്റമർ വരികയും അവരതിനെക്കുറിച്ച് ചോദിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയും അവർക്ക് നമ്മളൊരു വിശ്വാസം കൂടുകയും ചെയ്യും. ഈ കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് മറ്റു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മളിനി ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നു, അതല്ലെങ്കിൽ ഒരു പുതിയൊരു ഓഫറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും നമുക്ക്.
ഉദാഹരണത്തിന് മറ്റ് പത്രമാധ്യമങ്ങളെയോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയകളെയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഇൻഫർമേഷൻ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട്. പക്ഷെ നമുക്കൊരു ബ്ലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഫാൻ ഫോളോവേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പുതിയ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അതായത് നമ്മുടെ ഓഫറുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ സാധാരണ നമുക്കറിയാം, നമ്മുടെ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആൾക്കാർ അത് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും വികസിച്ച് കിടക്കുന്നത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജുകൾ എടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു ബ്ലോഗ് ഉണ്ട്, അതിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതുന്നുണ്ട്, നിങ്ങൾ വരാൻ പോകുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് എഴുതുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ടെക്നോളജി നിങ്ങൾ ഏതാണ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എഴുതുന്നു. ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വായിക്കുന്നവർ അത് ഷെയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അവർ ഏത് സോഷ്യൽ മീഡിയ ആണോ ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് ആകാം, ട്വിറ്റർ ആകാം, എന്തും ആയിക്കോട്ടെ, അതിൽ കൂടെ അവർ അത് ഷെയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടന്റ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ബ്രാൻഡ്, നമ്മളുടെ ബിസിനസ്, ഇതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ അറിയുകയാണ്. അതും ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ബിസിനസ് ഓണർക്കും ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും സ്വന്തമായിട്ട് ഇത് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഒട്ടും അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ടന്റുകൾ നമുക്ക് മേടിക്കുകയും നമുക്ക് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. അതിനകത്ത് ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്കുണ്ട്. നമുക്ക് ഈ പറയുന്ന ഫ്രീലാൻസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരം എഴുതുന്ന ആൾക്കാരിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് നല്ല കണ്ടന്റുകൾ വാങ്ങിക്കുകയും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ എഴുതിക്കുകയും ആകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിനെന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളുടെ ഒപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി എന്തെങ്കിലുമൊക്കെ സർവീസ് കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വെബ്സൈറ്റിൽ കൂടുതൽ ആൾക്കാർ പ്രവേശിക്കാനും അത് വീണ്ടും വീണ്ടും സെർച്ച് എഞ്ചിനുകളിൽ വരാനുമുള്ള ചാൻസ്. അപ്പോൾ SEOയുടെ അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബ്ലോഗ് തുടങ്ങണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ബ്ലോഗ് എഴുത്തിലെന്ന് പറയുന്നത്. കൃത്യമായിട്ട് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ പോലുള്ള മാർഗ്ഗങ്ങൾ. ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് ബ്ലോഗ് പോസ്റ്റ് എത്തും എന്നുള്ളത് മാത്രമല്ല, നമുക്കതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് ലെറ്ററായിട്ട് നമുക്ക് ഇമെയിലായിട്ട് അയക്കാനും ഒക്കെ പറ്റും കസ്റ്റമറെ. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് കൃത്യമായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാവും, ഈ ഇൻഡസ്ട്രിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങളെന്നുള്ളത് അവരിലേക്ക് എത്താനായിട്ട് പറ്റും. അല്ലാത്ത രീതിയിൽ നമ്മൾ പ്രൊമോഷൻ കണ്ടന്റ് എന്നുള്ള രീതിയിൽ അയക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആയിരിക്കും ഇത്തരം ഒരു ബ്ലോഗ് പോസ്റ്റ് തന്നെ കൃത്യമായിട്ട് അത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കൂടുതൽ ബ്രാൻഡ് ഇമേജിൽ കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ നല്ല രീതിയിൽ ഇത് എഴുതുകയും പ്രസന്റ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ആ ഇൻഡസ്ട്രി ലീഡർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് നോളജിന്റെ കാര്യത്തിൽ. അപ്പോൾ അത്തരം ആൾക്കാരിലേക്ക് എന്ന് പറയുന്നത് അവർ പ്രൊമോട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഒരു വെബ്സൈറ്റിനകത്ത് ഒരു ബ്ലോഗ് വേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ബ്ലോഗ് വെച്ചിട്ട് എങ്ങനെ വെബ്സൈറ്റ് നമുക്ക് വളർത്താൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ തന്നെയും നിങ്ങളും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു ബ്ലോഗ് ഉൾപ്പെടുത്തുക. വെറുതെ ഒരു ബ്ലോഗ് ഉൾപ്പെടുത്തിയിട്ട് ആദ്യം ഒരു 5-10 ബ്ലോഗ് പോസ്റ്റുകൾ ഇട്ടതിന് ശേഷം പിന്നെ അനങ്ങാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. കൃത്യമായിട്ട് അത് വളരെ കുറവാണെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൃത്യമായിട്ടൊരു ബ്ലോഗ് പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. കാര്യം അതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ആ കീവേഡുകൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയും പല ലിങ്കുകൾ ഉപയോഗിക്കുകയും ഇന്റേണൽ ലിങ്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്ലോഗിങ്ങും SEO ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.